നമസ്കാരം. മാളം വിട്ട് പുറത്തിറങ്ങുന്ന പാമ്പുകൾ, ഈ പാമ്പുകളുടെ കടിയേറ്റ് മരിക്കുന്ന നമ്മുടെ നിരവധി ആളുകൾ. കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ പാമ്പുകളുടെ നാട്ടിലെ സ്വൈര്യവിഹാരം സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ചൂടാണ് ഈ പാമ്പുകൾക്ക് പുറത്തിറങ്ങാൻ ഒരു പ്രധാന കാരണമെന്നാണ്. മറ്റ് പല കാരണങ്ങളും പാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ വാവ സുരേഷ്, ഈ മേഖലയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് വാവ സുരേഷ്. സുരേഷിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. സുരേഷുമായി നമുക്ക് അല്പസമയം സംസാരിച്ചാൽ ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരുപാട് സംശയങ്ങൾക്ക് ഒരു മറുപടി കിട്ടും. നമസ്കാരം. നമസ്കാരം. എൻ്റെ ഒരു സംശയം, നമുക്ക് ഈ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്, സ്ഥിരമായി ഉണ്ട്. അവരൊക്കെ മാളത്തിലാണ്, പക്ഷേ പുറത്തും പാമ്പുകളെ കാണാറുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇത്ര അധികം വാർത്തകളിൽ ഈ പാമ്പുകൾ നിറയാനുള്ള സാഹചര്യം എങ്ങനെ ഒരുങ്ങി? അതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമുക്കിതിന് മുന്നേ ചൂടുണ്ട്. ഈ ചൂട് കൂടുമ്പോൾ പാമ്പ് വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ സാറേ, ഇപ്പോൾ നമുക്ക് 35-36 ഡിഗ്രി ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത്. 38 വരെ പോയിട്ട് കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. അന്നൊന്നും പാമ്പ് കടിയില്ല, പാമ്പിനെ കണ്ട വാർത്തകളില്ല, ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് പാമ്പിൻ്റെ സാന്നിധ്യം കൂടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാനിപ്പോൾ ചെറിയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ പോകുന്നു. എന്നെ വിളിച്ച് അവിടെ എത്തുന്നതിന് മുന്നേ പറയുന്നു വേറെ ആരോ ഒന്ന് പിടിച്ചിട്ട്, ആരെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ പള്ളിപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, ഇവിടെ നമ്മൾ ആറ്റിങ്ങിൽ പോകുന്നു. അപ്പോൾ അത് പുതിയൊരു പേര് ഇന്ന ആളൊന്ന് പിടിച്ചിട്ട് പോയി, അത് അങ്ങോട്ട് കൊണ്ടുപോയി. അവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് വിടുന്നതെന്ന്. അങ്ങനെ ഇപ്പോൾ പാരിപ്പള്ളിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര ഇനി നമ്മൾ ചിലപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ പാമ്പ് പിടുത്ത കാരണം ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർക്ക് അറിയും. പിടിച്ചുകൊണ്ട് വന്ന പാമ്പുകളെ കൃത്യമായിട്ട് നമ്മൾ ഇത് എന്താ പറയുക, റിലീസിങ് എന്ന് പറഞ്ഞ സാധനം പോളിസി ഉണ്ടാവണം. അതില്ല. അപ്പോൾ ഈ പിടിക്കുന്ന ആൾക്കാർ എവിടെ കൊണ്ട് വിടുന്നത്, ആരാണ് എന്നൊന്നൊരു ഒരു ഐഡിയ ആർക്കും ഇല്ല. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പുകളെ തുറന്നു വിടുന്ന ഒരുപാട് പരാതികൾ നമ്മുടെ നാട്ടിലുണ്ട്, പരക്കെയുണ്ട്. അപ്പോൾ കരിക്കാത്ത ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ കൊണ്ട് തുറന്നുവിടുക, ആറ്റിൻ്റെ അവിടെ കൊണ്ടുള്ള ബൈപ്പാസിൽ കൊണ്ടുവിടുക. ഇങ്ങനെ കേരളം മുഴുവൻ ഈ വാർത്തയുണ്ട്. ഒരിക്കലും ഇത് പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ ഉൾക്കൊണ്ട് വന്നൊരു സാധനം. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി കാണാറില്ല, കാട്ടിലേക്ക് കൊണ്ടുവിടുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ടിട്ടാൽ ഇത് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പുറത്തേക്ക് ആകുമ്പോൾ ഒരു പുതിയൊരു പാമ്പിനെ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ട് വിടുമ്പോൾ ഇവർക്ക് ആ സ്ഥലമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 2 ദിവസമൊക്കെ എടുത്ത്, ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൂട്ടിനകത്താണ്. പുറത്തൊരു സ്ഥലമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ 2 ദിവസം 3 ദിവസം. അപ്പോൾ ഇതിങ്ങനെ സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും പിന്നെ വാല് തുറന്നിറങ്ങിയാൽ അതിനകത്തും കയറുന്നു, അല്ലെങ്കിൽ ജനൽ തുറന്നിരുന്നാൽ ജനലിൽ കൂടെ കയറാൻ സാധ്യതയില്ല. ഇപ്പോൾ കാർ ഷെഡാണെങ്കിൽ അവിടെ കയറുന്നു, കാറിനകത്ത് കയറുന്നു, ഇങ്ങനെയൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ചൂട് കൂടുമ്പോഴത്തേക്ക് കൂടുന്നു എന്ന് പറയും, പാമ്പ് കടി കൂടുന്നു. അതായത് ഈ പാമ്പിനെ പിടിക്കാനായി ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണ് അല്ലേ? ആരെങ്കിലും മേഖലയിൽ പരിചയം വേണമെന്നൊന്നുമില്ല, ഈ ആളുകൾക്ക് കിട്ടുന്ന ഒരു നമ്പറിലങ്ങ് വിളിച്ച്. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ചുള്ള കാര്യം, നമുക്കിപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ വനംവകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്തതിന് ഇപ്പോൾ അറിയപ്പെടുന്ന കുറേ ആൾക്കാർ വനംവകുപ്പ് പിടിക്കുന്ന പാമ്പുകളെ കൃത്യമായിട്ട് അവർ ഇന്ന സ്ഥലത്ത് പിടിച്ച് ഉൾക്കാട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അവർക്കതൊരു കണക്കുണ്ട്. അവർ വണ്ടിയിൽ ഇപ്പോൾ RRTP പിടിക്കുന്ന വണ്ടിയിൽ പോകുന്ന സാധനങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യുന്ന കണക്ക്, ഇതെല്ലാം അവർക്ക് ബുക്കുകൾ. പക്ഷേ പുറത്ത് ഈ ട്രെയിനിങ് നേടിയ കുറേ ആൾക്കാരുണ്ട്. അവർ ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരുന്നില്ല. അവർ ആദ്യത്തെ ഒരു ദിവസം വന്ന് പാമ്പിനെ തൊട്ട് തലോടി അങ്ങ് പോവുകയാണ്. പിന്നെ അവർ ഇതിലൊന്നുമില്ല. പിന്നെ അവർക്കൊരു ഇതുമായിട്ടൊരു വനംവകുപ്പായിട്ട് ബന്ധമില്ല, ഈ ടീമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇവർ പോയിട്ട് 1000 രൂപ, 2000, 3000, 4000 രൂപ വാങ്ങിച്ച് പിടിക്കുന്നത് പണം വാങ്ങിയാണ്. പിന്നെ എത്ര കേസിൽ സാധനമാണ്. ഇപ്പോൾ ആക്കുളത്ത് പുലിയനാക്കോട്ടയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുലിയനാക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ വന്ന് കഴിഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് ഒരു പാമ്പ് പിടിച്ചിട്ട് 5500 രൂപ ചോദിച്ച് 4000 രൂപ അവർ കൊടുത്തു. വീട്ടുകാരൊക്കെ പെട്ടെന്ന് ഈ ഭീതി കൊടുക്കും, വിളിക്കും. ഇപ്പോൾ ഈ ആരാണ് ഇപ്പോൾ വന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരും ഇന്ന ആളക്കാകുമ്പോൾ ചെറിയ പാമ്പിനെ കൈകാര്യം ചെയ്യും. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾക്ക് ഈ റോഡിൽ ധാരാളം പല സ്ഥലത്തും റിലീസ് ചെയ്യുന്നു, ഒഴിഞ്ഞ പറമ്പുകൾ വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് തരത്തിൽ പാമ്പിൻ്റെ എണ്ണം കൂടിയിട്ടില്ല. അല്ലാതെ പാമ്പ് അല്ലാതെ ഒന്നും കൂടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ പാമ്പ് വരുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മണ്ടത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം സാറിനറിയില്ല, ഏത് വീട്ടിൽ പോയാലും ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ 4.5 സെൻറ്റ് വീടാണെങ്കിൽ ബാക്കി പുറകിൽ അല്പം പറമ്പേ ഉണ്ടല്ലോ. വീട്ടിൽ മുറ്റത്ത് മുഴുവൻ ചെടിച്ചട്ടികൾ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നു. ചെടിച്ചട്ടി, എന്നിട്ട് ആ ചെടി ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ചെടി വെക്കണ്ടെന്ന് പറയുന്നില്ല, നിശ്ചിത ഒരു 1 അടിയോ 2 അടിയോ അകലത്തിൽ ചട്ടികൾ വെക്കുക. അപ്പോൾ ഒരു സാധനങ്ങളും ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ പടർന്ന് കിടക്കുന്ന ചട്ടികൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് വിടാം. ഇതൊന്നും ആരും ചെയ്യാറില്ല. നമ്മൾ തന്നെയാണ് വീട്ടിലേക്ക് പാമ്പിനെ ആകർഷിക്കുന്നത്. പിന്നെ ഇഷ്ടിക വെച്ചിട്ട് ചട്ടി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനിടയ്ക്ക് കുഞ്ഞ് അതിൽ വന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സിമെൻറ്റ് ബ്ലോക്ക്, താബൂക്കിൻ്റെ ഹോളുണ്ടാവും. ഹോളിനകത്ത് തവള ഇരിക്കും. അത് 2-3 ഹോളായിരിക്കും താബൂക്കിനകത്ത്. അപ്പോൾ ഒരു പാമ്പ് വന്ന് ഒരു കുഞ്ഞത്തെ പാമ്പ് വന്നൊരു തവളയെ പിടിച്ചിട്ട് അവൻ അതിനകത്ത് അങ്ങ് ഇരിക്കും. അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് അവന് ഫുഡ് മതി. അടുത്ത തവള ഇപ്പുറത്തെ മാളത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡ് അവന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെടികൾ വെക്കുന്നത് പരമാവധി നമ്മുടെ അമ്മമാർ അകലത്തിൽ വെക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നിർബന്ധമായിട്ട് സാറിന് അറിയില്ല, ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ഡോഗിനെ
തെരുവ് ഡോഗിനെ സ്നേഹിക്കുന്നവരുണ്ട്, തെരുവ് പൂച്ചയെ സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷികളെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ തെരുവ് നായ്ക്കൾക്കൊക്കെ വേനൽക്കാലത്ത് തെരുവ് പൂച്ചയ്ക്ക് വീട്ടിൻ്റെ പറമ്പിലോ വീടിനോട് ചേർന്ന് വെള്ളം വെച്ച് കൊടുക്കാതിരിക്കുക. പാമ്പുകൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. അപ്പോൾ വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അടുത്ത പറമ്പിലോട്ടോ കുറച്ച് ദൂരോട്ടോ വെക്കുക. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ നെയ്യാറ്റിൻകരയൊക്കെ അടുത്ത് ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്, വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ ഈ എന്താ പറയുക ബേസിനിലും ബക്കറ്റിലൊക്കെ താമര ചെടിയൊന്നും വെക്കരുത്. ഞാൻ നെയ്യാറ്റിൻകര മെനിങ്ങാന്നൊരു പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് ആ വീട്ടിൽ 9 ബേസിനിൽ താമര അട്ടിക്കുന്നു, താഴെ വെള്ളം വെച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു വലയിട്ടിട്ടുണ്ട് പാമ്പ് ഇല്ലായിരിക്കാണ്ട്. പിന്നെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്, സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വേനൽ സമയത്ത് ഇതൊക്കെ ഹൈറ്റിലേക്ക് തട്ടിൻ്റെ മേളിൽ ടെറസിൻ്റെ മണ്ടയിൽ വെള്ളം വെക്കുക. അപ്പോൾ വെള്ളം ഉള്ള സ്ഥലത്ത് ഇവൻ വരും. നമ്മൾ വെള്ളം കുടിച്ച് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും മാളത്തിലങ്ങ് ഇരിക്കും. അപ്പോൾ അതിൽ എലി സഞ്ചരിക്കും. വേനൽ കൂടുമ്പോൾ എലിക്കും വെള്ളം വേണം. അപ്പോൾ എലി അവന് ഈസിയായിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ ഷെൽട്ടറാക്കും. അപ്പോൾ ആരെങ്കിലും അവിടെ ചെടി എടുക്കാനോ വരുന്ന സമയത്ത് ചവിട്ടുന്ന കടി കിട്ടും. അത് അപകടമാണ്. പിന്നെ സന്ധ്യ എലി ഓടിപ്പോകുന്ന എലി ചിലപ്പോൾ ജനൽ തുറന്നാൽ ജനലിൽ എൻ്റെ സൈഡ് വിറവ് വെച്ച് ആ വിറവ് വഴി അകത്തേക്ക് ഇറങ്ങും. ഇവൻ വിറവ് കൂടെ കയറി വീട്ടിനകത്തേക്ക് ഇറങ്ങും. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെയാണ് ഇവരെയൊക്കെ വീട്ടിലേക്ക് വരുത്തുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളം വെക്കുന്നത് ഇതൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കുക. താഴെ ചെടി ഗാർഡൻ്റെ നടുക്ക് ചെറിയ ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് മീനിട്ട് വെള്ളം വെക്കുന്നത് അത് നമ്മൾ ഒഴിവാക്കുക. തൽക്കാലം മീനിനെ ഒരു ബേസിലേക്ക് മാറ്റി വീടിനകത്ത് വെച്ചിട്ട് അടുത്ത ഒന്നുകൊണ്ട് മഴ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇടുക. പിന്നെ അല്ല ലവ് ബേഴ്സിൻ്റെ കൂട് വെക്കുന്നുണ്ട് ഹൈറ്റിൽ വെക്കുക. കാരണം വെച്ചാൽ ഇവർക്ക് ഭക്ഷണം തേടി വരുന്ന സമയത്ത് എല്ലായിടത്തൂടെയും കയറി വരും. അപ്പോൾ മേലോട്ട് കൂടുന്നകത്ത് വരും. അതുവഴി നമുക്ക് അപകടങ്ങളുണ്ടാകും. പിന്നെ അതുപോലെ നമ്മൾ ഈ സന്ധ്യ സമയം വേനൽ കൂടുമ്പോൾ നമ്മൾ അമ്മമാർ എപ്പോഴും എന്നും കാണാവുന്നൊരു കാര്യമാണ്, വീട്ടിൻ്റെ മുന്നിലത്തെയും പിന്നിലത്തെയും ഡോർ തുറന്നിട്ടിട്ട് ഒന്നുകിൽ വെളിയിലൊന്ന് കാറ്റും കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ട് ഈ സമയത്തൊക്കെ സൈഡിൽ കൂടെ അഴിഞ്ഞു പറഞ്ഞ അതിഥികൾ അകത്ത് കയറുന്നു. അകത്ത് കയറി ഏതെങ്കിലും എന്താ അറിയായിരുന്നു എല്ലാ വീട്ടിലും സാമഗ്രികൾ വീടിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് രാത്രി ഉറങ്ങി കിടന്ന് അഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇട്ടൊന്നും നിർബന്ധമില്ല, കാല് താഴേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് അടി കിട്ടുന്നു. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് തൃശ്ശൂരും നമ്മുടെ അഴൂരും സംഭവിച്ചത് കട്ടിലിൽ കിടന്നിട്ടല്ല. അപ്പോൾ വേനൽക്കാലത്ത് തറയിൽ കിടക്ക ഒഴിവാക്കണം. ഒരു കാരണവശാലും താഴെ പായ വിരിച്ച ബെഡ്ഷീറ്റ് വിരിച്ച. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സുരേഷ്, അതായത് നമ്മൾ ഈ പാമ്പുകളെ പിടിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. നമ്മുടെ വനംവകുപ്പ് പോലും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ശാസ്ത്രീയത ഇല്ലാത്തത് കൊണ്ടും ഇതിൽ പരിചിതമില്ലാത്ത ആൾക്കാർ ഇടപെടുന്നത് കൊണ്ടുമാണ് ഈ പാമ്പുകളെ തുറസായ സ്ഥലങ്ങൾ, ഇപ്പോൾ സുരേഷ് പറഞ്ഞനുസരിച്ച് ഇവിടെ ലുലു മാളിന്റെ മുമ്പിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഹൈവേ സൈഡിൽ പോലും തുറന്നുവിടുക. അതായത് ഇവരിപ്പോൾ 5000-10,000 വാങ്ങി പാമ്പിനെ പിടിക്കുന്നു, പിന്നെ അതിനെ എവിടെ വേണമെങ്കിലും തുറന്നു വിടുകയാണ്. വനത്തിൽ തുറന്നു വിടുന്ന സംവിധാനം ഇല്ല. വനംവകുപ്പ് പിടിക്കുന്ന മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പിടിക്കുന്ന മാത്രമേ വിടുന്നുള്ളൂ. അതും അപൂർവമായിട്ട് വന്നില്ല. വനംവകുപ്പ് കറക്റ്റ് കണക്കുണ്ട് അവർക്ക്. ഇന്ന സ്ഥലത്ത് പിടിച്ചു, ഇത്ര നമ്മൾ ഇന്ന സ്ഥലത്ത് വിട്ടു, അടുത്തത് വേറൊരു സ്ഥലത്ത് വിട്ടു, അത് കണക്കുണ്ട്. പക്ഷേ ഇതിൽ വരാൻ പോകുന്നത് ഇത് നമുക്ക് പാമ്പിനെ പിടിക്കുന്ന പോളിസി അല്ല നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഭാരതത്തിൽ നമുക്ക് റിലീസിങ് പോളിസി എന്ന് വനംവകുപ്പിൽ പിടിക്കുന്ന പാമ്പുകളെ വിടുന്ന റിലീസിങ് പോളിസി എന്നൊരു സാധനം വെക്കണം. അതാകപ്പെടെ ഇന്ത്യയിലുള്ളത് നമ്മുടെ ഭാരതത്തിലുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. എവിടെ പാമ്പിനെ വിടുന്നത് അവരുടെ ടെറിട്ടറിയത്തിനടുത്ത് അവരുടെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് അവരെ റിലീസ് ചെയ്യുന്നു. അത് വനത്തിൽ തിന്ന സ്ഥലത്താണ് വിടുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നമുക്ക് നിർബന്ധമായിട്ട് വരേണ്ടത് അതാണ് വരേണ്ടത്. കാരണം പിടിക്കുന്നത് പോലെ അല്ല നമുക്ക് റിലീസിങ് പോളിസി. പക്ഷേ റിലീസ് ചെയ്യുന്നത് നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കാട്ടിനകത്ത് റിലീസ് ചെയ്യുന്നത് വലിയൊരു അപകടമാണ്. കാരണം വെച്ചാൽ കാടിനകത്ത് നമുക്ക് കാടിനെ സംരക്ഷിക്കുന്ന ഒത്തിരി ചെറിയ ഹമ്മിങ് ബേഡ്സുകളുണ്ട്. ഈ ബേഡ്സിലെല്ലാം താഴെ മുട്ടയിട്ട് വരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തുകൊണ്ട് 10-50 പാമ്പുകളെ വിടുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇവയെല്ലാം കൂടി ചേർന്ന് ഇതിനെ അങ്ങ് നശിപ്പിക്കും. ഇതിനെ നശിപ്പിക്കുമ്പോൾ കാടിനെ സംരക്ഷിക്കുന്ന മറ്റ് ശൽപ്പതങ്ങളും പുഴുക്കളൊക്കെ ധാരാളമായി ഈ മരത്തിൻ്റെ തടിയിലൊക്കെ ഇരിക്കുന്ന പുഴുക്കളൊക്കെ തിന്നുന്നതാണ് ഈ ഹമ്മിങ് ബേഡ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ കാടിൻ്റെ പച്ചപ്പൊക്കെ നശിക്കും. അപ്പോൾ അതിനൊക്കെ കാര്യം നല്ലത് നമ്മളിപ്പോൾ ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു 110 വർഷം അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ള ആൻറ്റിബയോട്ടിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആ മരുന്നിനെ നമ്മൾ റീഡെവലപ്പ് ചെയ്യണം. ചെയ്യുന്ന നമുക്ക് വേനം നമ്മുടെ നാട്ടിലെ പാമ്പുകൾ നമുക്ക് ധാരാളം പാമ്പുകളെ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് റിസർച്ച് സെൻ്റർ ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് പൂജപ്പുര സ്നേക്ക് പാർക്കുണ്ട്, അവിടേക്ക് നമ്മൾ അതിന് വലിയ സംവിധാനങ്ങൾ കൊടുക്കണം. അതിപ്പം അവിടെ ഇട്ടിട്ട് അവിടെ ജീവിക്കണം. അവിടെ ഒരു കൂട്ടിനകത്താണ് ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഓരോന്ന് വരുന്ന സെപ്പറേറ്റ് നമ്മൾ വെനം മിൽക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബോക്സുകൾ കൂടുകൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ പിന്നെ ആൾക്കാരുടെ വനംവകുപ്പ് ഒരു അവബോധം സൃഷ്ടിക്കേണ്ട അവസ്ഥയുണ്ട്. കാരണം ഇത്തരം പാമ്പുകളുടെ പ്രശ്നം വീട്ടിലുണ്ടായാൽ നിങ്ങൾ അറിയിക്കേണ്ട ഞങ്ങളെയാണ്, വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്സിനെ പറഞ്ഞു വിടാം. ഇതിപ്പോൾ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വനംവകുപ്പ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് അത്രയും ഒരു ബോധ്യമില്ല. അതൊരു പ്രശ്നമാണ്. കാരണം വീട്ടുകാർ പെട്ടെന്ന് പാമ്പിനെ കാണുമ്പോൾ അവർക്ക് ആരെങ്കിലും വിളിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ ചോദിക്കും, അടുത്ത ആളുടെ നമ്പർ ഒന്ന് പിടിച്ചോണ്ട്. ഇനി വേറെ വൃത്തിയുണ്ട്. ഇപ്പോൾ കൊലപാതകം കൂടിയിട്ടുണ്ട്. മറ്റേ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇത്രയും പാമ്പിനെ തല്ലിക്കൊല്ലുന്ന കുറച്ച് കൊണ്ടുവന്നാൽ ഇപ്പോൾ ആളുകൾ വീടിനകത്ത് കടിച്ചപ്പോൾ എല്ലാവരും തല്ലിക്കൊല്ലുകയാണ്. വേറെ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ അവർ ആരും ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിയുന്ന പരമാവധി ജനങ്ങളെ ബോധവൽക്കരിക്കുക, എന്താ പറയുക, അവരെ ഭീതിപ്പെടുത്താതെ
ഭീഷണിപ്പെടുത്താതെ പേടിപ്പിക്കാതെ കാര്യങ്ങൾ ചിരിച്ച് കളിച്ച് ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ തമാശയൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് പാമ്പിനെ പിടിക്കുമ്പോൾ ബോധവൽക്കരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അനുഭവമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സംസാരിക്കാറൊന്നുമില്ല. പോയി പാമ്പിനെ പിടിക്കുന്നു, കൂട്ടിലടയ്ക്കുന്നു, അവർ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, അവർ പോകുന്നു. അത് പാടില്ല, അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരിക്കുമ്പോൾ ജനങ്ങളിനെ വിചാരിക്കും അങ്ങനെ അത് വേണ്ട, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കൊച്ചാക്കിയിട്ട് പോകുന്നത് ശരിയായില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ആരെയും വിളിക്കത്തില്ല, തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവനാണ് വലുത്, മനുഷ്യൻ്റെ ജീവനേക്കാളും വലുതല്ല ഭൂമിയിലൊന്നും. അപ്പോൾ കൊണ്ട് അവർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ്. കൃത്യമായിട്ട് നമുക്കൊരു പോളിസി വേണം. നമ്മളെ മറ്റ് ഈ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ സംഭവിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പാമ്പ് കടിയേറ്റ മരണവും ജീവനാണ് നഷ്ടപ്പെടുന്നത്. അവിടെ ഒരു പോളിസി വേണം. അതില്ല കേരളത്തിൽ. ഇനിയൊന്നും ഇതില്ല, 100% ഉറപ്പായിട്ടും ഇല്ല. ഇനി വേറെ കാര്യം സാറേ, ഒരു വീട്ടിലൊരു കുഞ്ഞ് മരിക്കുന്നു. കുഞ്ഞ് മരിക്കുമ്പോൾ ആ വീട്ടിൽ കുഞ്ഞ് മാത്രമാണ് മരണപ്പെടുന്നത്. കുഞ്ഞിൻ്റെ അച്ഛൻ മരണപ്പെടുന്നു, അമ്മ മരണപ്പെടുന്നു, വീട്ടിലെ കുടുംബാംഗങ്ങൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓമനിച്ച് വളർന്ന കുഞ്ഞാണ്. അപ്പോൾ അവരെല്ലാം മരണത്തിന് തുല്യമായിട്ട് പിന്നെ ആ വീട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു സംവിധാനം കണ്ടെത്തിയില്ലെങ്കിൽ, ഇതെന്ത് വന്നാലും മരുന്ന് പുതിയത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് അപകടം. മരുന്നിന് കാലാവധിയുണ്ട്. 2 വർഷത്തിനടുത്തോളം 2 വർഷം വരെയൊക്കെ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പൊടിയാണ്, നമുക്ക് ലിക്വിഡല്ല. പണ്ട് ലിക്വിഡായിരുന്നു, ഇപ്പോൾ പൊടിയാണ്. ഈ പൊടിയൊക്കെ നമ്മൾ AC അല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മാറ്റി വെച്ചാലും ഒക്കെ 2 വർഷത്തോളം ഇതിന് കാലാവധിയുള്ളൂ. 2 വർഷം മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു കണക്കുണ്ടോ അവിടെ? ഇതിൻ്റെ കാലാവധി നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അത് മാത്രം ഇത് ചെയ്യാൻ പറ്റുന്ന നല്ല ഡോക്ടർമാരാണോ ചെയ്യുന്നത്? സാർ നല്ല ഇപ്പം നമ്മളൊക്കെ പറയും താലൂക്ക് ഹോസ്പിറ്റൽ പാമ്പ് കടിയേറ്റ് നിങ്ങൾ ഏറ്റവും അനിവാര്യമായിട്ട് അറിയേണ്ടത്, ഒരിക്കലും ഒരു ആംബുലൻസിൻ്റെ നമ്പറല്ല നമ്മൾ കരുതി വെക്കേണ്ടത്. നമ്മൾ കരുതി വെക്കേണ്ടത് നമ്മുടെ ചുറ്റിനും എത്ര ഹോസ്പിറ്റലുകളിൽ ആൻറ്റീവനമുണ്ട് എന്ന് കണ്ടെത്തണം. ഈ സംഭവമൊക്കെ വന്നതിന് ശേഷം ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിര സംവിധാനമായിട്ടില്ല. ഒരു ശതമാനം ഹോസ്പിറ്റൽ ആന്റിവനമുണ്ട്, എവിടെ എത്തിയാൽ ജീവൻ രക്ഷപ്പെടും, എത്ര സമയം കൊണ്ട് എത്തിച്ചാൽ രക്ഷപ്പെടുത്താം, എങ്ങനെയാണ് പ്രാഥമിക ശുശ്രൂഷ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അവബോധവും സാധാരണക്കാരനില്ല. ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. 100%. ഇനിയൊരു കാര്യം പറയുന്നത്, ഇത് നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. പാമ്പിനെ കടിയേറ്റാൽ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് പാഠപുസ്തകം, കുട്ടികൾ കൊച്ചിയിലെ പഠിക്കുന്ന കുട്ടികളുടെ മെമ്മറിയിൽ മരണം വരെ അതുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് കൊണ്ട് ബോധവൽക്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇതിനൊരു അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു വിജയത്തിലെത്തിക്കാൻ കഴിയും. ഇപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ 0 ബൈറ്റ് പോളിസി ആവുന്ന 0 ഡെത്ത് വരും എന്നാണ് പറഞ്ഞത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. 2030 ഒരു 35 40 ആകുമ്പോൾ നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റും. പക്ഷേ അത് മരുന്ന് റീഡെവലപ്പ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വെറും ചുമന്ന നാടുകളിൽ മാത്രം കുരുങ്ങിപ്പോരുത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മളിതിലേക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് നമ്മൾ ഉന്നതിയിൽ എത്തിക്കണം. അതിന് കൂട്ടായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് ജന്തുശാസ്ത്ര വിഭാഗത്തിൽ നമുക്ക് പണ്ട് ആനിവനം റിസർച്ച് നടന്നിരുന്നു. അതിനെ തല്ലിപ്പൊളിച്ച് വെളിയിൽ കളഞ്ഞു. സമയത്തിന് റിസർച്ചിന് വനത്തിന് മിൽക്കാൻ വനത്തിൻ്റെ പെർമിഷൻ ചോദിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഹോൾഡർമാർ എന്ത് ചെയ്യും? അവർ വിദേശത്തേക്ക് പോകും. ഇവിടെ നിൽക്കുന്ന അവർ അടുത്ത വഴി നോക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനുള്ള എല്ലായിടത്തും സമയമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് ഡെത്ത് കുറവാണ്. പിന്നെ സൂപ്പർ അല്ലേ? അതുപോലെ നമുക്ക് ആവാൻ പറ്റും. അത് നമ്മൾ എന്തുകൊണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമല്ലേ നമ്മുടെ കേരളം. എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല? ഇത് മരുന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ ഡെത്തിൻ്റെ എണ്ണം കൂടും. ഈ മരുന്ന് നിർത്തലാക്കുക. ഈ പുതിയ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനില്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് എല്ലാ പാമ്പുകളും കടിച്ചാൽ വിഷവും മരണവും സംഭവിക്കും. ചുരുക്കം പാമ്പുകൾക്കല്ല, അതിനെ തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം. അത് നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. വേണമാണ് ബിഗ് 4 കാറ്റഗറി. ഇന്ന പാമ്പ് കോബ്ര സിംറ്റംസ് ഇങ്ങനെ കടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കടിച്ചാൽ അവിടെ നീര് വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബ്ലഡ് കട്ടിയാവുന്നു. അപ്പോൾ അണലി കടിച്ചു, നീളമുള്ള മുറിവായിരിക്കും, അവിടെ നീര് വെക്കുന്നു, അവിടെ ബ്ലഡ്, ആ മുറിവിൽ കൂടി ബ്ലഡ് ലൂസായിട്ട് വരുന്നു, ഇത് അണലിയാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിൽക്കും. ബാക്കിയുള്ള നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധ്യങ്ങൾ കാരണം സാറിന് അതിന് ഉപേക്ഷിച്ചതിന് ശേഷം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തും. നമുക്ക് നാളെ നമ്മൾ ഭൂമിയിൽ ജീവിക്കണം, നമ്മുടെ തലമുറ നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഇപ്പം ബിഗ് 4 കാറ്റഗറി ഇപ്പോൾ പലരും പറയുന്നത് ബിഗ് 4 കാറ്റഗറി എന്ന് പറയുമ്പോൾ രാജവെമ്പാല, മൂർഖൻ, അണലി, ശംഖുവരൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബിഗ് 4 കാറ്റഗറിയിൽ ഇന്ന് നമുക്ക് അണലി, മൂർഖൻ, ശംഖുവരൻ, ഹംബിനോസർ പിറ്റുവൈപ്പർ എന്നറിയപ്പെടുന്ന മുഴമുക്കൻ എന്നറിയപ്പെടുന്ന ചുരുട്ടയാണ്. പക്ഷേ ചുരുട്ട മണ്ടലിയുടെ കടിയേറ്റ് മരണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ 2024-25 4 പേര് മരിച്ചു കേരളത്തിൽ. 4 പേര് മരിച്ചു. ഇത് കടിച്ച സാറിന് നാടൻ ചികിത്സാ രീതിയിൽ എന്താ പറയുക, വൈദ്യന്മാർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അതിലിപ്പോൾ മരണപ്പെടുന്നു. എന്താ കാരണം? എന്തെങ്കിലും പഠനമുണ്ടോ? ഞാൻ സാറിൻ്റെ ചോദിക്കട്ടെ, ഇത് നമ്മുടെ പ്രേക്ഷകരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിവനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? ട്രീറ്റ്മെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ട് മരണപ്പെടാം. റിപ്പോർട്ട് എന്തായിരിക്കും? പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു.
പാമ്പ് കടിയിട്ട് പറഞ്ഞപ്പോൾ. ഇപ്പോൾ ആൻറ്റിവനത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഡെത്ത് വരെ. ഇപ്പോൾ ആൻറ്റിവനം എന്നുള്ള സാധനം നമുക്ക് പെട്ടെന്ന് നിർത്താൻ കൊടുക്കുമ്പോൾ നമുക്കറിയാലോ സാറിന് ഈ ഇത്രയും എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വികസനമായ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ചേര കടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ചേര നോൺ വെനമസായ ചേര കടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു. ആൻറ്റിവനം കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയാമോ സാറിന്? കാർഡിയക് അറസ്റ്റ് വരും. അത് വെനമില്ലാത്ത ആളിനാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് അപകടമല്ലേ? അതായത് ഇവിടെ തിരുവനന്തപുരത്തിന് നാഗത്താനെന്ന് അറിയപ്പെടുന്ന ഒരു വെനമില്ലാത്ത പാമ്പ് അടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തിന് അടുത്തൊരു ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ ചേര കുഞ്ഞു എടുത്തിട്ട് കടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു. ഇനി പ്രൈവറ്റ് ആണ്ട് കൊടുത്തിട്ട് ഇനി പൈസ ഈടാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്നതാണെന്ന് അറിയില്ല. ഇത് 10 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസ ചാർജില്ല. 5000 രൂപ ഒരു ആൻറ്റിവനത്തിന് ചാർജുണ്ട്. ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്. ഇപ്പോൾ അതുപോലെ നമുക്കൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. പാമ്പ് കടിയേറ്റാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കാരണവശാലും ഒരു ആംബുലൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് വാഹനമാണ് നമുക്ക് കിട്ടുന്നത് ആ വാഹനത്തിൽ നമുക്ക് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനമാണ് മെഡിക്കൽ കോളേജ്. പ്രത്യേക സമയത്ത് എത്തിച്ചാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അടുത്തുള്ള നേഴ്സിംഗ് ഹോമിലൊക്കെ കൊണ്ടുപോയി വൈദ്യൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൂടുതലായി 1 മണിക്കൂറിന് മുന്നെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ലേറ്റായി ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് ഡെത്ത് കൂടുതൽ വരുന്നത്. ഇത് കൃത്യസമയത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ട്. പക്ഷേ ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരില്ല നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റിവനം മാത്രം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി കോബ്ര ബൈറ്റ് കിട്ടിയ ആളിന് ഒരു ഇൻറ്റിബേറ്റ് ചെയ്യണം. ഇൻറ്റിബേറ്റ് ചെയ്താൽ അദ്ദേഹം ഇപ്പോൾ കൃത്യമായി ശ്വാസം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്വാസോടൊക്കെ അനുഭവപ്പെടുന്നു. പെട്ടെന്ന് ശ്വാസം കൊടുക്കാൻ പറ്റിയ 50 അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. 50-70 വരെ അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. പിന്നെ 30 മരുന്നിന് സ്ഥാനമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആൻറ്റിവനം കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വെന്റിലേറ്റർ വേണം. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് അണലി ഒടിച്ച ആളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിൽ അവിടെ നമുക്ക് എന്താ പറയുക അവിടെ അണലി ഒടിച്ചു നമുക്ക് കുറച്ച് നേരം നമുക്ക് മൂത്ര തടസ്സമൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ നമുക്ക് ഡയാലിസിസിന് വേണ്ടി പിന്നീട് അപ്പോൾ നമുക്ക് അവിടെ സംവിധാനമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കടി കിട്ടിയാൽ പ്രാഥമിക ശുശ്രൂഷ ചെയ്തതിന് ശേഷം, അതായത് പ്രാഥമിക ശുശ്രൂഷ ഇരിക്കുക വെള്ളം കൊടുക്കുക എന്നല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കടി കിട്ടിയാണ് ആ മെൻ്റൽ ടെൻഷൻ മാറ്റിക്കൊണ്ടുവരിക. ഒന്നുമില്ല ഒരു കുഴപ്പമില്ല, രാജഗോപാലനെ കടിച്ചു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു, രാജഗോപാലനെ കടിച്ചു, ചേരയാണ്, ധൈര്യമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് അദ്ദേഹത്തിന് ഇരുത്തിയതിന് ശേഷം നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ. പിന്നെ നമുക്കിവിടെ ഈ കോട്ടയത്തിൽ അമ്മ ഒരു മോക്ക് കമ്പടി ഇട്ടപ്പോൾ അമ്മ തേരിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി ചാടിയാണ് താഴെ വരുന്നത്. ആ താഴെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കുഞ്ഞിന് കുലുങ്ങുകയാണ്. ഈ വൈബ്രേഷൻ കൊണ്ട് കുഞ്ഞിന് സർക്കുലേഷൻ കൂടും. അപ്പോൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തെല്ലാം കുഞ്ഞ് മരിച്ചു. ഈ പാമ്പ് കഴിച്ച് കഴിഞ്ഞാൽ എത്ര സമയത്തിനകം ആൻറ്റിവനം അങ്ങനെ ഒരു കണക്ക്? ഇപ്പം നമുക്കിപ്പോൾ പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്നെയൊക്കെ പോലുള്ളവർ പറയുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് 1 മണിക്കൂർ ഉണ്ടല്ലോ, ഇനി 50 മിനിറ്റ് അല്ലേ, ഇനി 10 മിനിറ്റ് ഉണ്ടല്ലോ, 50 മിനിറ്റ് പറഞ്ഞില്ല 1 മണിക്കൂർ, എത്രയും പെട്ടെന്ന് എത്തിക്കുക. പരമാവധി 1 മണിക്കൂറിന് മുന്നേ എങ്കിലും, കുട്ടികൾക്കല്ല വലിയവർക്കാണ്, 1 മണിക്കൂർ മുന്നേ എങ്കിലും എത്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു. പക്ഷേ അത് ഫസ്റ്റ് എയ്ഡ് കൃത്യമായിട്ട് ചെയ്യണം. കെട്ടുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കെട്ടരുത്, പക്ഷേ കെട്ടരുതെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തിലാണ്. കെട്ടരുതെന്ന് പറഞ്ഞാൽ ടൈറ്റാക്കി കെട്ടരുതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കയറ് റോപ്പ് ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പാടില്ല. തുണി ഈ സാറ് ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ കോട്ടിൻ്റെയോ ഇതിൻ്റെ തുണിയുടെ വീതി ഒരു 3-4 വിരലിൻ്റെ വീതിക്ക് കടിയേറ്റത് ഇവിടെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് അകലത്തിലേക്ക് ആ തുണി വെച്ച് വീതിക്ക് ചുറ്റി ടൈറ്റാക്കാതെ കെട്ടുക. ബ്ലഡ് സർക്കുലേഷൻ നടക്കണം. കെട്ടുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അടുത്ത് രക്തോട്ടം പൂർണ്ണമായിട്ട് ബ്ലോക്ക് ആക്കുക എന്നുള്ളതല്ല, കുറേത്തേക്ക് ഇത് നടക്കണം. വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കെട്ടി കെട്ടീൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. സാറിനറിയാമോ, ഒരു 10 ദിവസങ്ങൾക്ക് മുന്നേ ഒരാൾ പാമ്പ് കടിച്ച് കോഴിക്കോട് ഞങ്ങളുടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊക്കി വെച്ചുകൊണ്ട് വരാത്തുന്നത്. അവർ ഉടനെ എന്നെ വീട്ടുകാരനെ വിളിച്ചു. ചേട്ടാ, ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ ചെയ്താൽ ആൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കെട്ടിയതിന് ശേഷം കൈ ഇവിടെ ഇങ്ങനെ വെക്കണം, തൂക്കിയിട്ടാൽ നീര് വെക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മുറിക്കേണ്ട സാഹചര്യം വരും. തൂക്കി മേലോട്ട് ഹൈറ്റ് ചെയ്ത് വെച്ചാൽ ഈ സാധനം പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് ഹാർട്ടിലും തലച്ചോറിലേക്ക് എത്തും, ഡെത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാം. രണ്ടാമത് കാലിലാണ് കടിയേറ്റം, കെട്ടി നിവർത്തി ഇങ്ങനെ ഇരുത്തി എത്തിക്കുക. ഇരുത്തി കൊണ്ടുപോകുന്ന സമയത്ത് കോബ്രയുടെ ബൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും. കഫമൊന്നുമല്ല, അപ്പോൾ ശ്വാസം തടസ്സം അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും മലർന്നിട്ടോ കമിഴ്ന്നിട്ടോ ഇടത് സൈഡ് ചരിച്ചോ കിടത്താൻ പാടില്ല. കാരണം മലർന്നാലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാകും. കമിഴ്ന്ന് കിടന്നാലും പാടില്ല. ഇടത് സൈഡാകുമ്പോൾ നമ്മുടെ ഹാർട്ടിനെ പ്രഷർ ചെയ്യുന്നൊരു സാധനമാണ് കോബ്രയുടെ വെനം. അപ്പോൾ നമ്മൾ ചരിഞ്ഞെടുക്കുമ്പോൾ ഹാർട്ട് ഒന്നുകൂടെ പമ്പാവും, ഒന്ന് ടൈറ്റ് ആവും, അപ്പോൾ ഡെത്ത് വരും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് അത് വ്യക്തമായിട്ട് പ്രഷർ ചെയ്യണം. വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ കഫം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമ്മളെ കഫം തുടച്ച് മാറ്റിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പുള്ളിക്ക് ശ്വാസം എടുക്കാൻ പറ്റും. ആ സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയവും കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഡെത്ത് അവിടെ വരുന്നില്ല. അപ്പോൾ ഡെത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കെട്ടരുത്
കെട്ടരുതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കെട്ടുന്നത് ശുദ്ധമണ്ഡലത്തിന് കെട്ടണം, നിർബന്ധമായിട്ട് കെട്ടണം, തുണി ഉപയോഗിച്ച് കെട്ടാൻ പാടില്ല, ടൈറ്റാക്കി കെട്ടരുത്, എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ചെറിയെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 2:30 മണിയായപ്പോൾ മോൻ പറഞ്ഞു എന്തോ വലിയ സാധനം എഴിഞ്ഞു പോയച്ചാൽ കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോനെയും കൊണ്ട് ഒരു സ്കൂട്ടറിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു കാരണവശാലും പാടില്ല, നമ്മൾ അതൊക്കെ എന്താ എടുത്ത് ഓടാനും പാടില്ല, തോളിലിട്ടെടുക്കുക, ഓടെ നടക്കാൻ പാടില്ല. ഒരു പാമ്പ് കടിച്ചാലും ഒരിക്കലും ഒരാളും എടുത്ത് തോളിലിട്ടുണ്ട് ഓടാനും പാടില്ല, നടക്കാനും പാടില്ല. അപ്പോഴൊക്കെ അല്ലെങ്കിൽ സർക്കുലേറ്റിയും കുട്ടിക്ക് മരണം സംഭവിക്കും. കൃത്യമായിട്ട് വണ്ടി വാങ്ങുന്നതിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻറ്റിവെനം ഞങ്ങൾ ഹോസ്പിറ്റൽ എപ്പോഴും നമ്മൾ പ്രേക്ഷകരോട് എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ആംബുലൻസ് പോലുള്ള സാധനങ്ങളൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ആ വാഹനം ഏതാണോ അത് നിങ്ങൾ അതിൽ പെട്ടെന്ന് ആൻറ്റിവെനം ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡുകളുണ്ട്, എന്താ പറയുക ഇൻഷുറൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസയൊന്നും ആവാതെ നമുക്ക് രക്ഷപ്പെട്ട് വരാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ ഈ നിങ്ങളുടെ കയ്യിൽ ഇവിടുന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടുവന്ന് നിങ്ങൾ കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലും നിങ്ങൾ എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആൻറ്റിവെനം ചെയ്യാനുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് അത് നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും തയ്യാറാക്കണം. അത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ കലണ്ടറിൽ നമ്മളൊന്ന് എഴുതിയിട്ടാൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി ചെവരിൽ ഒട്ടിക്കണം. കാരണം വേറെ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റൊരാളിന് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും അത് അങ്ങനെ തയ്യാറാക്കി വെക്കണം. പിന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ളവർ അഭിമാനികളാണ്. കാരണം തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും നല്ല അഭിമാനമാണ് നമ്മുടെ ട്രിവാൻഡ്രം, ഏഷ്യയിലെല്ലാം നല്ല ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മരണം സംഭവിക്കുന്നത്. നല്ല പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഒരു വിഷയം വീഴ്ത്താതെ പെട്ടെന്ന് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചാൽ നമുക്ക് അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ചില്ലറ കടികളെല്ലാം എനിക്ക് കിട്ടിയിട്ട് 400 ചില്ലുവാനും കടികൾ വാങ്ങിയതിൽ 16 പ്രാവശ്യം സീരിയസ് ആയാലും 6 പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടന്ന് 10 പ്രാവശ്യം ഐ സി കിടന്ന ആളാണ്. അപ്പോൾ ഈ ഒരു കടി കിട്ടാത്ത ഒരാളിന് കടിയെക്കുറിച്ച് പറയാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഇതാണ് കടിച്ചാൽ ഇത്ര മിനിറ്റ് ഇന്ന പാർട്സിന് വേദന എടുക്കുന്നു, ഇന്ന സംഭവിക്കുന്നു വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ ഞാൻ ജീവനും ഒരു അപകടത്തിലായി സാറ്. വാർത്തകളും അതെ, അത് കോട്ടയത്ത് വെച്ച്. അതിനുശേഷം വീണ്ടും 3 കടി കിട്ടി, ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം 2025 മാത്രം 3 ബൈറ്റ് കോബ്ര ബൈറ്റിന് 3 സീരിയസ് ആയിരുന്നു, ഒരാളും അറിഞ്ഞില്ല എന്നുള്ളത്. നല്ല കാര്യം. അപ്പോൾ അതിനൊക്കെ ഞാൻ പഠിച്ചു. സാറിന് നമ്പർ തരാം, ഡോക്ടർമാർ വിളിച്ച് ചോദിച്ചോളൂ. കൈമിനത്ത് ഉച്ചയ്ക്ക് ബൈറ്റ് കിട്ടി. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് വൈകിട്ട് കടി കിട്ടുന്നു. ഞാൻ പറഞ്ഞു സാറേ ക്ഷമിക്കണം, എനിക്ക് എൻ്റെ ബോഡിയിൽ എനിക്കൊന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്, എൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് സാർ, ഇപ്പം ദയവ് തന്നെ ഇന്ന് എനിക്ക് ആൻറ്റിവെനം തരരുതെന്ന് ഞാൻ ഡോക്ടറോട് താഴ്മയായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ അവർ അന്ന് ആൻറ്റിവെനം തന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ നോക്കിക്കോളാം, എനിക്ക് എന്തോന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം വൈകുന്നേരം വരെ എനിക്ക് ആൻറ്റിവെനം ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ എടുക്കേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞു. എൻ്റെ ആൻറ്റിബോഡി എനിക്കത് റിക്കവർ ആയി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നീര് വന്ന സമയത്ത് ഡോക്ടർമാർ ടെൻഷനായി. കാരണം എന്തെങ്കിലും വരില്ല, അത് അവർക്കല്ലേ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് 36 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് ആൻറ്റിവെനം എടുത്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അല്ലെങ്കിൽ റിക്കവറായി വന്നത്. സ്വാഭാവികമായിട്ട് ശരീരം ആർജിച്ച ഒരു പ്രതിരോധ ശേഷിയാണോ? അതാണ്. അപ്പോൾ എനിക്ക് അതെ. അപ്പോൾ കൊറോണ വന്നപ്പോൾ എനിക്ക് അതൊന്ന് കുറഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഡോക്ടറോട് എന്താ പറയുക താഴ്മയോടെ അപേക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴപ്പോഴും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹം വീട്ടിൽ പോയെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് പോയെങ്കിലും PG എടുത്തൊക്കെ പറഞ്ഞ് അവർ അപ്പോഴപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറങ്ങുന്നുണ്ട്, എന്തുണ്ട് പ്രശ്നം. അപ്പോഴും ചോദിക്കും ചേട്ടാ എങ്ങനെയുണ്ട് ഞാൻ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോകും, നിങ്ങൾ ധൈര്യമായിട്ട് റെസ്റ്റ് എടുത്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് കൂടി അപ്പോൾ ആ പോയത് തിരിച്ച് ഡെവലപ്പായി വന്നു എന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിപ്പോൾ ഈ കൂടുതലും കേൾക്കുന്നത് വീടിനകത്ത് പാമ്പ് കയറുന്നു, കട്ടിലിൽ പാമ്പും കുഞ്ഞുങ്ങളെ കാണുന്നു. അതെ, ഇത് ഈ പാമ്പിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? ഇപ്പോൾ എല്ലാ ഈ വിഷം ഉള്ള പാമ്പുകൾ 4 പാമ്പുകളുടെ പേര് പറഞ്ഞു, അവർക്ക് എങ്ങനെയാണ് ഈ വീടിനകത്ത്? നമ്മൾ ചേരകളെയൊക്കെയാണ് സാധാരണ പറമ്പിലും മറ്റും കാണുന്നത്, മറ്റു പാമ്പുകളെയൊന്നും അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല. ഈ അടുത്ത കാലത്തായി അത്തരം വീടുകൾക്കകത്ത് ഇല്ലാത്ത വീടുകളാണ് കൂടുതലും അങ്ങനെ കേൾക്കുന്നത്. അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? നല്ല ചോദ്യമാണ്. ഈ ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പലർക്കും അറിയില്ല, എന്തെങ്കിലും പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സാറേ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഫുഡ് തേടിയാണ് വരുന്നത്. ഇപ്പോൾ ശംഖുവരൻ പാമ്പിൻ്റെ ഫുഡ് എന്താണെന്ന് എത്ര പേർക്കറിയാം? ശംഖുവരൻ പാമ്പിൻ്റെ ഫുഡ് നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. ചുവർ പാമ്പുകൾ, ചുവർ പാമ്പ് നമ്മുടെ വീട്ടിനകത്താണുള്ളത്, കിച്ചൺ കബോർഡിനകത്ത്, അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഇടയിൽ, ബാത്റൂമിൻ്റെ വെന്റിലേറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കകത്താണ് ഈ ചുവർ പാമ്പിലിരിക്കുന്നത്. ഈ ചുവർ പാമ്പിനെ തേടിയാണ് ശംഖുവരൻ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത്. പിന്നെ ഞാൻ സാറിനറിയില്ല, ഞാൻ എൻ്റെ ഒരു 14-15 വയസ്സിൽ തൊട്ട് ഞാൻ പൊതുവിൽ പാമ്പിനെ പിടിക്കാൻ ഇറങ്ങി. എന്നാൽ ഫുൾ ടൈം ഇറങ്ങിയത് ഒരു 20 വയസ്സിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 25 വർഷത്തിന് കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. പാമ്പോട്ടുള്ള ബന്ധം അതിൽ കൂടുതലുണ്ട്. പക്ഷേ പബ്ലിക്കിൻ്റെ പുറത്തിറങ്ങിയിട്ട് 20 വർഷത്തിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി പല വീട്ടിലും പോകുമ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിലൊക്കെ പഴയ സാധനങ്ങൾ കൂട്ടി വെക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ചുവർ പാമ്പ് വന്നിരിക്കും. ഈ ചുവർ പാമ്പിനെ പിടിക്കാനായി ശംഖുവരൻ പാമ്പ് നമ്മുടെ വാരിച്ചുരുട്ടാന്നറിയപ്പെടുന്ന വൂൾഫ് ശംഖുവരൻ്റെ പാമ്പുകളുടെ ഏറ്റവും കൂടുതൽ പാമ്പുകൾ മാത്രം ഭക്ഷിക്കുന്ന രോഗം രാജവമ്പാല മാത്രമല്ല, ശംഖുവരൻ പാമ്പാണ്. ചേരയെ പിടിക്കുന്നു, അണലിയെ പിടിക്കുന്നു, ചുവർ പാമ്പിനെ പിടിക്കുന്നു. ചുവർ പാമ്പാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം.
ഇഷ്ടപ്പെട്ട ഫുഡ് അതാണ്. അതിനെ പിടിക്കാനോ വീട്ടിനകത്തേക്ക് വരുന്നത്. ആ സമയത്താണ് നമ്മൾ താഴെ കിടന്ന് ഉറങ്ങുക, നമ്മളറിയാതെ തട്ടുക മുട്ടയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ കടി കിട്ടുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു വീഡിയോ, ഒരു ഫ്രിഡ്ജിനകത്തൊരു മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിരിക്കുന്നു. സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? അതിനകത്ത് പാമ്പിൽ ഇത്രയും തണുപ്പിരിക്കുന്ന തണുത്ത് നമ്മളൊരു അരമണിക്കൂർ ചത്തു. ഇതൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ്. അത് കൊണ്ട് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ആ ഫ്രിഡ്ജിനകത്ത് മെത്തേരെ പുറത്തേരെ പത്തി പെടുത്തിക്കുന്നു. എന്താ സാർ ഇതൊക്കെ? മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഇനി സാറൊരു വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം, ഏതോ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഒരു പൂച്ച ഒരു പാമ്പിനെ വിരട്ടിക്കൊണ്ടുവരുന്നു. അത് വണ്ടിയിൽ കയറിയിരിക്കുന്നു. അത് ഒരു കുഞ്ഞു വന്നപ്പോൾ അവനെ കടിക്കാൻ പോകുന്നു. മൂർഖൻ പാമ്പിൻ്റെ കടിയിൽ നിന്ന് കുഞ്ഞ് അപൂർവമായി രക്ഷപ്പെട്ട് ചേരപ്പാമ്പായിരുന്നു എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കണം. ചേര പോകുന്നത് ആർക്കാണ് കണ്ടത്? ആർക്കാണ് അറിയാത്തത്? ചേര മൂർഖനാണെങ്കിൽ പൂച്ച കാണുമ്പോൾ അങ്ങ് എണീറ്റ് നിൽക്കത്തില്ല. അല്ലെങ്കിൽ ചേരയുടെ എഴച്ചിൽ പാടറിയില്ലേ? ഒരു പാമ്പ് കൊടുത്ത കാലം പോലും അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടില്ല. അത് ചേരയായിരുന്നു. അപ്പോൾ നമ്മൾ ജനങ്ങളങ്ങ് പേടിപ്പിക്കുന്നു. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ജനങ്ങൾ അറ്റാക്ക് ഒന്ന് മരിച്ചു. നമ്മൾ മറ്റേ ഇതിലേക്ക് വരാം. ഫുഡ് തേടി മറ്റു പാമ്പുകളോ? എല്ലാ പാമ്പുകളും ഇപ്പം നമ്മൾ എല്ലാ പാമ്പുകളും വീടിനകത്ത് വരുന്ന ഫുഡ് തേടി മാത്രമേ അല്ലാതെ ഒരിക്കലും വരും. പിന്നെ നമ്മളറിയില്ല, ഈ കൊച്ചു മോനെ ചെറിയെങ്കിലും മറ്റേ പാവം വീട്ടിൽ സൈഡിൽ എന്താ പറയുക തകിട് വെച്ച് മറച്ച വീടാണ്, അടിയിൽ സേഫ്റ്റി ഇല്ല. അപ്പോൾ എലിയെ തുരത്തിക്കൊണ്ട് വന്നതാണ്. അവർ 80 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നത്. ആ മോൻ്റെ മുത്തച്ഛനെ കൂടെ താമസിക്കും. ഒരു പാമ്പിനെ അവർ കണ്ടിട്ടില്ല, ചേരയല്ലാതെ ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞത്. പക്ഷേ 4 ചുറ്റും പറമ്പുള്ള. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ അവർ 4 ചുറ്റും ഈ സംഭവത്തിന് ഒരു 4 ദിവസങ്ങൾക്ക് വേണ്ടി മരം മുറിക്കപ്പെട്ടു. മരം മുറിച്ചിട്ട് ഹിറ്റാച്ചി ഒന്ന് അതിനെ നീക്കം ചെയ്തു. അപ്പോൾ ഈ മാളത്തിരുന്ന പാമ്പിന് എന്തെങ്കിലും ക്ഷതം പറ്റിയിരിക്കാം, അങ്ങനെയായിരിക്കാം ഇവിടെ വന്നത്. അതിനും കാരണം കൂടുതൽ. കാരണം മോൻ്റെ കാലിൻ്റെ തള്ളവലി മോൻ്റെ ദേഹത്തൂടെ എഴഞ്ഞു പോയെന്നാണ് പറഞ്ഞ പാമ്പ്. മോൻ ഉറക്കത്തിൽ പറഞ്ഞത് ഒരു വലിയ സാധനം എഴഞ്ഞു പോയി, എൻ്റെ ദേഹത്തിൽ എഴഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. മരിക്കുന്നതിന് മുന്നേ മോൻ അത് പറഞ്ഞു, കടിച്ചെന്നും പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവർക്ക് വിശ്വാസം, ഇവർ നോക്കിയിട്ട് ഒന്നിനെയും കണ്ടില്ല. അതാണ് ഇവർ വൈകിയത്. 2:30 മണിക്കാണ് രാത്രി സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഞാൻ അവർ നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് എന്താണ് സാറിന് അറിയാമോ? ഒരാളല്ലേ വന്നോളൂ, 2-3 പേഷ്യൻറ്റും കൂടെ വരട്ടെ എന്ന്, എന്നിട്ട് ഞാൻ വരാമെന്ന്. സാറിന് അറിയാമോ ഇത്? ഇങ്ങനെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അറിയില്ല അത് പാമ്പടിയാണെന്ന്, ആരും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് കൊച്ചിന് പാമ്പ് കടിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് സാറേ. ഞാൻ എത്ര സാറിനറിയാമല്ലോ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 2006 മുതൽ എന്താ പറയുക ട്രെയിനിങ് തുടങ്ങിയത് ഞാനാണ്. വനം വകുപ്പിനായിരുന്നു മറ്റെല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ക്ലാസ്സുകൾ അന്ന് തുടങ്ങിയ ക്ലാസ് തന്നെ 1, 2, 10, 100, 1000 ക്ലാസ്സുകളല്ല, അവയർനെസ് ക്ലാസ്സുകളെല്ലാം ഞാൻ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടെന്താണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച പനിയുണ്ടോ ഹാർട്ട് പമ്പിംഗ് ഉണ്ടോ എന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ലേ? അതുപോലെ വെനമുള്ള പാമ്പ്, വെനമെന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചൂട് അനുഭവപ്പെടും. പാമ്പിൻ്റെ വെനം അവിടെ ഡോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 4 ചുറ്റും നല്ല ചൂട് അനുഭവപ്പെടും. അത് നമ്മൾ ടെലസ്കോപ്പ് ഒന്നും വേണ്ട, വെറുതെ കൈ വെച്ച് നോക്കിയാൽ പോരെ. എത്ര കാലം കൊണ്ട് ഞാൻ പാടില്ലെങ്കിൽ പോട്ടെ, പല്ലുകൊണ്ടാൽ പാടുണ്ടാവും, ക്രൈറ്റിന് മാത്രം പാടുണ്ടാവുകയില്ല. കോബ്രയ്ക്കും വൈപ്പറിനും ഹംബിനോസിനും പാടുകളും നല്ല മുറിവുണ്ടാവും. ഇതിലേക്ക് തന്നെ നമുക്കിത് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് വെനമുള്ള പാമ്പാണ്. നോൺ വെനമസ് ആണെങ്കിൽ അവിടെ ചൂടുണ്ടാവുന്നില്ല, നോർമലി ഇരിക്കും. മറ്റത് നല്ല ചൂട് അനുഭവപ്പെടും. അപ്പം തന്നെ നമുക്ക് ആൻറ്റിവെനസ് ആയിട്ട് എന്തിനാണ് നമ്മൾ സിംറ്റംസ് കാത്തു നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് ആ ഫസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ 1 മണിക്കൂർ എടുക്കുന്നു. അതിലില്ലെങ്കിൽ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ 1 മണിക്കൂർ എടുക്കുന്നു. പിന്നെ അത് 6 മണിക്കൂറൊക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ചില സഡൻ ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാകുന്നത്. അതായിരിക്കും പെട്ടെന്ന് അറസ്റ്റിലേക്ക് മരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതൊരു എന്താ പറയുക, നല്ല എന്താ പറയുക നോൺ വെനമസും വെനമസായ പാമ്പുകളുടെ ബൈറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ ഡെത്തിൻ്റെ എണ്ണം കൂടും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പാമ്പ് നമ്മുടെ വീടിനകത്തേക്ക് ഫുഡ് തേടിയാണ്. അപ്പം പല സ്ഥലത്തും വരുന്നത് എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ജനൽ തുറന്നിട്ട് കിടക്കുന്നു ചൂട് സമയത്ത്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ജനൽ ധൈര്യമായിട്ട് തുറന്നു. പക്ഷേ ജനലിൻ്റെ പുറത്ത് വിറക് അടുക്കി വെക്കരുത്. ഇപ്പോൾ എല്ലാവരും പറയും ഞങ്ങളുടെ വീട്ടിലേക്ക് ഗ്യാസാണ് വിറക്. സാറ് ഞാൻ പോയ വീട്ടിൽ ഒരു വീട്ടിലും വിറവില്ലാത്ത വീടില്ല. എല്ലാ വീട്ടിലും എല്ലാം ജനലിൻ്റെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നു. ചിലർ ബാത്റൂമിൻ്റെ വെന്റിലേറ്ററിൻ്റെ പൊക്കത്തിൽ അടുക്കി വെച്ചു. ഞാൻ ഇതിനൊക്കെ വഴക്കുറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ കളി കാര്യം, പിന്നെ കരയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ ഇവർ വിറക് വെച്ചിട്ട് ടാർപ്പാളിട്ട് മൂടി വെക്കും. ഈ ടാർപ്പാളിട്ട് മൂടി വയ്ക്കുമ്പോൾ എലി ഇതിനകത്ത് ഷെൽട്ടറാവും. എലി ഇതിനകത്തൊന്നും അവന് കൂടെ ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം തേടി വരുന്ന പാമ്പ് ജനലിലേക്ക് കയറി എലിയെ പിടിക്കാൻ നോക്കുമ്പോൾ എലി നേരെ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ജനലിൽ കൂടെ അകത്തേക്ക് ചാടും. ഈ ചാടുന്ന സമയത്ത് ഈ എലിയുടെ പിറകെ പാമ്പ് കട്ടിലേക്ക് സാറിന് അറിയാമല്ലോ. ഇപ്പോൾ കോഴിക്കോട് ഒരു മോൻ മരണപ്പെട്ടു, പാറശാലൊരു മോള് കട്ടിലേക്ക് കിടന്നു. ഇതെല്ലാം ഈ വിറവിൽ കൂടി കയറി വന്ന പാമ്പുകളാണ്. ഇത് കടിച്ചിട്ടാണ് ഇവർ മരി. ഇപ്പോൾ ചാടി പോകുമ്പോൾ ജെല്ലി ചിലപ്പോൾ കുട്ടിയുടെ ദേഹത്തിന് കാലിൻ്റെ നാവും കൊള്ളും, പൊട്ടിയപ്പോൾ അനങ്ങും. അപ്പോൾ പേടിച്ചിട്ട് ഇത് കടിക്കും. ഇങ്ങനെ മരണം സംഭവിക്കും. ഇങ്ങനെയൊക്കെയാണ് കൂടുതലും ജനൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ വീട്ടിനിടയിൽ പഴയ സാധനങ്ങൾ വെക്കരുത്. ഈ കട്ടിൽ നിന്ന് ചെവറ്റിൽ നിന്ന് 1 അടി അകലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് അകലത്തിലേക്ക് കട്ടിൽ നീക്കിയിടുക. അതുപോലെ നമ്മൾ മറ്റേ അലമാരയൊക്കെ വെക്കുമ്പോൾ നീക്കി വെക്കുക. പിന്നെ പഴയ സാധനങ്ങൾ വീടിനകത്ത് വെക്കാതിരിക്കുക. കാരണം പഴയ സാധനം വെക്കുമ്പോൾ പല്ലി ഉണ്ടാവും. പല്ലീനെ ഫുഡ് പാറ്റയാണ്. പാറ്റ 8കാലിയാണ്. 8കാലിയും പാറ്റയും വരുമ്പോൾ പല്ലി വരും. ഈ പല്ലിയെ പിടിക്കാൻ ചുവർ പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ചുവർ പാമ്പിനെ പിടിക്കാൻ ശങ്കുവരി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ഇവരെയൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഭൂമിയിൽ ജീവിക്കാം. ഇപ്പം നമ്മുടെ അറിയാം
പണ്ട് ഞാൻ മേശിരി സാറിന് ഞാൻ കോൺട്രാക്ട് എടുത്ത് സ്വന്തമായിട്ട് മേശിരി പണി പഠിച്ച് മേശിരി പണി ചെയ്ത ആളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പണ്ട് കാലം നമ്മുടെ വീട്ടിൻ്റെ മുൻപടിയിലും മുൻവാതിലും പിൻവാതിലും അടിയിൽ പടിയുണ്ട്. ഇപ്പോൾ അതില്ല. അപ്പോൾ ജന്തുക്കൾക്ക് അറിയാലോ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ആവുന്ന സാധനമാണ്. അപ്പോൾ അവർക്ക് തല കയറുന്ന സ്ഥലത്ത് ഉടലിൽ കയറും. അപ്പോൾ ഈ ഷുഗർ പാമ്പിനും ശങ്കുവിനൊക്കെ ഈസി ആയിട്ട് ഒരു വീടിനകത്ത് കയറി വരാം. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ, അതായത് ഈ ഫുഡ് തേടിയാണ് ഇത് വരുന്നത്. അതെ, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതെ പാമ്പുകൾ ഇങ്ങോട്ട് കയറി കടിക്കത്തില്ല. ഒരിക്കലുമില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉപദ്രവിക്കേണ്ട, നമ്മൾ ചിലപ്പോൾ അറിയാതെ ചവിട്ടുകയോ അതെ എന്തെങ്കിലും വെച്ചാൽ അവരെ ഉപദ്രവിക്കാൻ വരികയാണെന്ന് വിചാരിച്ചുള്ള കടിയല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് കയറി പട്ടിയൊക്കെ പോലെ വെറുതെ പെട്ടെന്ന് എന്താണ് പ്രകോപിതനാകുന്ന പാമ്പുകളൊന്നും ഇല്ല. ഒരിക്കലുമില്ല. ഇത് ഒരു കിങ്കോപുരമല്ല. ഇതിന് ഈ മക്കളൊക്കെ മരിച്ചിരിക്കുന്നത് മക്കൾ താഴെ കിടന്നുറങ്ങി അവൻ ഫുഡ് തേടി വന്നപ്പോൾ അറിയാതെ കയ്യോകല അനങ്ങിയിട്ടോ ഇവൻ്റെ അകത്ത് തട്ടിയിട്ടോ ആയിരിക്കാം കടി കെട്ടി മരണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ മോന് ശങ്കുരയും കടി മറ്റ് തലങ്ങളിൽ അടിയുന്നു എന്ന് പറഞ്ഞു. സാറിനറിയാലോ, നമ്മൾ താഴെയാണ് കിടന്നത്. ഞാൻ എപ്പോഴും നമ്മൾ കൊല്ലത്തിനടുത്ത് കൊട്ടാരക്കരയ്ക്ക് നമ്മുടെ പുനലൂരെടുത്ത് പത്തനാപുരത്തൊരു മോള് പാമ്പടിയിട്ട് മരണപ്പെട്ടു. താഴെ കിടന്നുറങ്ങിയാണ്. 5 തെങ്ങിൽ ഒരു മോന് പാമ്പടിയിട്ട് പാരാലിസിസായി കിടക്കുന്നു. ആണ് ശങ്കുരയും പാമ്പാണ്. താഴെ കിടന്നുറങ്ങിയതാണ്. നമ്മൾ പെരുങ്കുടിയിലൊരു ഫോട്ടോഗ്രാഫർ രാത്രി വീട്ടിലേക്ക് കിടന്നു വീട്ടിൽ നിന്ന് കടിയിട്ട് വീടിൻ്റെ മുറ്റത്ത് വെച്ച് കല്ല് കടിയിട്ട് മോനും അറിഞ്ഞില്ല. മോനും ഇപ്പോഴും ഒരു സൈഡ് തളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരുപാട് പാമ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ചുമ്മാ പത്രത്തിൽ വരുമ്പോൾ മാത്രം നമ്മൾ വാർത്ത ആ വീട് പറ്റുന്നുള്ള വീട്ടിലൊക്കെ സന്ദർശിച്ച് ഏത് സാഹചര്യത്തിൽ കടി കിട്ടി ഏതിലോ കൂടെ കടന്നു. ഈ വീട് ഞാൻ ചെറിയ മോൻ്റെ വീട്ടിൽ ഞാൻ പോയി. തൃശ്ശൂർ പോയില്ല. തൃശ്ശൂർ പോകണം. ഇപ്പോഴത്തെ തിരക്കുകൾ ആളുകളെ മുന്നിൽ വാർത്തയാക്കാൻ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം പറഞ്ഞു. പിന്നെ അവിടെ ശങ്കുരം അവനെ 3 കിട്ടിയെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടിൽ 5 ശങ്കുരനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ വീട്ടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ സാധനങ്ങളും ഒന്നുകിൽ പാവപ്പെട്ട അല്ലെങ്കിൽ ലോണായിരിക്കും. അപ്പോൾ അവർ ഇതൊന്നും ഫില്ല് ചെയ്യത്തില്ല. അകത്തെല്ലാം നല്ല ഗ്യാപ്പായിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് ഗ്യാപ്പിൽ ഇരുവർക്ക് ഇരിക്കാനും വരാനും ഈ വീടിൻ്റെ ബേസ്മെൻറ്റിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അടിയിൽ കൂടെ 4 ചുറ്റും സഞ്ചരിക്കാൻ പറ്റും. ഈ ബേസിനകത്ത് എല്ലായിടത്തും പോകാൻ പറ്റും. അവിടെ ചെറിയ ശിശിരങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ദിവസം അവിടെ ഒന്ന് തലയിടും, ഒരു ദിവസം ഒന്ന് ഇപ്പുറത്ത് തലയിടും, ഒരു ദിവസം ഇപ്പുറത്ത് തലയിടും. അവന് നന്നായിട്ട് വസിക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെ ഇണചേരാൻ പറ്റുന്നു. അത് മാത്രമല്ല ഈ വെള്ളിക്കെട്ടൻ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ ഇരിക്കുകയുള്ളൂ. പകൽ സഞ്ചാരി അല്ല, രാത്രി മാത്രം സഞ്ചരിക്കുന്ന പാമ്പാണ് വെള്ളിക്കെട്ട് എന്നറിയപ്പെടുന്ന ശങ്കുരയും പാമ്പ്. അപ്പോൾ രാത്രി സഞ്ചരിച്ച് വരുമ്പോൾ ഈ വീടിൻ്റെ അടിയിൽ കടലപ്പടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഈസിയായിട്ട് വീടിനകത്തേക്ക് കയറാൻ പറ്റുന്നു. പിന്നെ ഏറ്റവും അനിവാര്യം പഴയ വീടുകളാണെങ്കിൽ നമ്മൾ കട്ടളപ്പടിയൊക്കെ നാട്ടുമ്പോൾ അത് ബേസിലോട്ട് ചേർത്താണ് നാട്ടുന്നത്. അപ്പോൾ ഈ ബേസ്മെൻറ്റിനകത്ത് ഫില്ലിംഗ് അല്ലെങ്കിൽ ഈ കട്ടളപ്പടി കുറച്ച് കഴിയുമ്പോൾ ദ്രവിക്കും. ആ ദ്രവിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വീട്ടിനകത്തേക്ക് പാമ്പുകൾ ധാരാളമായി വന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ അവിടുന്ന് പിടിച്ച് അത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഉത്തര കൊലക്കേസ് പോലുള്ളൊരു കൊലക്കേസിന് നമുക്ക് ആധാരമാവാനും പ്രധാനപ്പെട്ട സാക്ഷിയാവാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരെയും ബോധവൽക്കരിച്ച് എൻ്റെ ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഒരാളിന് അപകടം പറ്റരുതെന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും നമുക്ക് 2 മക്കളെ, ഇപ്പം 3 മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു അമ്മയെ നഷ്ടപ്പെട്ടു. ഇന്നലെ ആലപ്പുഴ ഒരു അമ്മയെ നഷ്ടപ്പെട്ടു. എന്താ പറയുക, വെഞ്ഞാറമൂടിലെ അമ്മ നഷ്ടപ്പെട്ടു. എന്ത് മരണമാണ്! 13 മരണങ്ങളാണ് നമ്മുടെ ഈ മാസം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ ഈ പാമ്പുകൾ നമുക്കത്ര അപകടകാരികൾ തന്നെയാണ്, സംശയമില്ല. അതെ, അതിന് മരണം എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതിന് ഒരു വ്യവസ്ഥ വേണം. 100% കുറച്ചുകൂടെ ജാഗ്രതയോടെ വനംവകുപ്പ് അടക്കം ഈ വിഷയത്തെ സമീപിക്കുകയും വേണം. എല്ലാവരും ഒരു സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും ഒരു അവബോധം വേണം. പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ടതും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഒന്നും നമ്മളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നില്ല. സാറിന് അറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് മടിക്കണമെന്ന് അറിയാമോ? ഞാൻ ഈ സാറിന് എൻ്റെ ഈ 13 വർഷം കൊണ്ട് എൻ്റെ 13 വയസ്സ് തുടങ്ങിയ യാത്രയിൽ ഞാൻ എന്ത് ക്ലാസ്സുകൾ ചെയ്ത് ആളുകൾ ബോധവൽക്കരിച്ചു, എത്ര കഷ്ടപ്പെട്ട് എന്തെങ്കിലും ധനം മോഹിച്ചിട്ടാണ് ഞാൻ ഇവരെ പിറകെ നടന്നത്. ഇവരൊക്കെ ഞാൻ 238 രാജഗോപാലെ പിടിവിടാൻ പോയി. എന്തെങ്കിലും പൈസ എനിക്ക് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് പോകണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ സഞ്ചരിച്ചില്ല. ഒരു ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് വണ്ടി കൂലിലും കിട്ടാത്തതിനാണ് ഞാൻ തിരിച്ചു വരുന്നത്. വനംവകുപ്പിന് അരിപ്പല്ലി ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഞാനിവിടെ കാറിൽ പോയി എനിക്ക് 2000 രൂപ എൻ്റെ പേയ്മെൻറ്റ് ആയിരുന്നു. 2500 രൂപ എൻ്റെ പേയ്മെൻറ്റ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. ഞാനൊന്നും പറഞ്ഞില്ല, വണ്ടിക്കൂലി എനിക്കാകത്തില്ല. അങ്ങനെ ഞാൻ നടത്തിക്കൊണ്ടത്. ഇപ്പം എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പിടി എനിക്ക് വനം വകുപ്പുകാർക്ക് എല്ലാവർക്കും ഒന്നുമില്ല. ആരോ 1-2 ഇതിന് സർക്കാരിനൊന്നും ഒരു ബാധ്യതയില്ല. ഇത് 1-2 വ്യക്തികളുടെ എന്താ പറയുക അസൂയ അല്ലെങ്കിൽ ജലസി, ഇതാണ് ഇതിന് കാരണം. പഴയ പാമ്പ് കൊടുത്തക്കാരൊക്കെ എല്ലാവർക്കും സാറിനറിയാം എന്ത് കൂട്ടം ആൾക്കാർ മാറി നിൽക്കുന്നു പ്രതികരിക്കാനായിട്ട്, സമരം ചെയ്യാനായിട്ട്.
എല്ലാ ജില്ലയിലും ആൾക്കാർ എന്ന് വെച്ചാൽ ഇവരുടെ ഈ കുറേ 1-2 ആൾക്കാർ വന്നതിന് ശേഷം അവർ മറ്റുള്ളവരെ ഒരുമാതിരി ഒരു നായയുടെ പോലും പരിഗണന കൊടുക്കാതെ നോക്കുന്നു. അപ്പോൾ ഇത് ഒരു മന്ത്രിക്ക് അറിയില്ല, ഇതൊരു ചീഫ് വൈൽഡ് ലൈഫ് അറിയില്ല, ഇത് ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ കൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ മാറി നല്ല കോർഡിനേഷൻ ഉണ്ടാക്കി നല്ല രീതിയിൽ നല്ല മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന, വന്യമൃഗങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇതിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ജീവിതം കളഞ്ഞിൽ കൊണ്ടുവന്ന ആളാണ്. നമ്മളെയൊക്കെ കടി കിട്ടി നമ്മളൊക്കെ പഠിക്കാൻ പോലും ഒരാൾ മെനക്കെടുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഒരു ഡീറ്റെയിൽസ് അറിവ് വെച്ച് 250 പാമ്പ് കടി വാങ്ങിച്ച ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റിബോഡി കണ്ടെത്തിയിരിക്കുന്നു, മെഡിസിൻ കണ്ടെത്തി. ഒന്ന് ആലോചിച്ചുകൊണ്ട് സാറേ, ഇപ്പം നമുക്കൊക്കെ ഒരു 5 കടി കിട്ടുമ്പോൾ നമ്മളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് വെറും കോമാളി വേഷം കെട്ടിക്കൊണ്ട് ആൾക്കാരെ മുന്നിലേക്ക് പ്രചരിപ്പിക്കുന്നു. വനം വകുപ്പ് സർക്കാർ സംവിധാനമാണ്. ഈ സർക്കാർ സംവിധാനത്തിൽ വനം വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ട്രെയിനിങ് പരിപാടികളിൽ എന്നെയൊക്കെ ചിത്രവധം ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. സാർ ഏത് ക്ലാസ്സുകളും സാർ ആൾക്കാർ എൻ്റെ ഡീറ്റെയിൽസ് ഇവരിപ്പിടി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, സുരേഷ് പിടിക്കുന്നത് അങ്ങനെയാണ്, സുരേഷ് പിടിക്കുന്നത് എങ്ങനെ സുരേഷ്. പക്ഷേ ഇവർ 50 വരെ കൊണ്ടൊരു പാമ്പിനെ പിടിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു പാമ്പിനെ പിടിക്കുന്നുള്ളൂ, അതിൻ്റെ വാലിൽ ഒരു പ്രാവശ്യം പിടിക്കുന്നുള്ളൂ. ഒരു പാമ്പിനെ ഇവർ 50 പ്രാവശ്യം 50 പേരെ റോഡേ പോണവരൊക്കെ വിളിച്ചിട്ട് പാമ്പിനെ പിടിക്കാം എന്ന് പറഞ്ഞ് പാമ്പിനെ പിടിപ്പിച്ചുള്ളൂ. അതിനൊരു കുഴപ്പമില്ല. ട്രെയിനിങ് നടക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ. അതുകൊണ്ടാണ് പക്ഷേ അതിന് ഇവർക്ക് ഒരു ബാഡ്ജോ എന്തോ കൊടുക്കുന്നുണ്ടല്ലേ? അതൊന്നുമില്ല. എന്ത് പരിപാടിയുള്ളൂ? എന്താ പറയുക, ഈ ലൈസൻസിന് സാധനം കൊടുക്കാൻ നിയമമുണ്ടോ? എങ്ങനെ കൊടുക്കാൻ പറ്റുക? അത് മാത്രമല്ല ഞാൻ ചോദിക്കുക, ഒറ്റ ചോദ്യമെങ്കിൽ ആ പാര പേരില്ല, സർപ്പ എന്ന് പറയുന്ന ആ പാര പേരിലാണ്, ഒരാളിൻ്റെ പേരിലാണ്, ഒരു വ്യക്തിയുടെ പേരിലാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല. ആ വ്യക്തി എന്നെ വിളിച്ചില്ല. കൗമുദിലെ സ്നേക് മാസ്റ്ററിൻ്റെ പ്രൊഡ്യൂസർ കിഷോർ കാരമനെ വിളിച്ചിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചു. ഇത് അങ്ങനെയല്ല, ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച് തീരാവുന്ന വിഷയങ്ങൾ നമുക്ക് സംസാരിക്കണമെന്ന് വിളിച്ചു. എന്തിനാണ് വിളിക്കണേ? തെറ്റില്ലെങ്കിൽ എന്തിനാണ് വിളിക്കണേ? അതൊരാളിൻ്റെ പേരിൽ ഒരു സർക്കാർ ആപ്പ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ ഇൻകം ആരാ കൈപ്പറ്റുന്നത്? ഈ ഒരു ആപ്പിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ എംബ്ലം വെച്ച്, വനം വകുപ്പിൻ്റെ എംബ്ലം വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ എനിക്ക് ചോദ്യം ചെയ്തിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് വികസിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാവണ്ടേ? ഈ പാവപ്പെട്ട ആൾക്കാർ മരണപ്പെടുന്ന മാറ്റണ്ടേ? ഇത് സർക്കാർ സംവിധാനത്തിൽ വരണ്ടേ ഇതെല്ലാം? അതുമാത്രം ഈ ആപ്പ് മാറി സർക്കാരിൻ്റെ അധികാരികളുടെ പേരിൽ മാത്രം വേണ്ട. ഇതിപ്പോൾ വരണവരും പോണവരും ഒക്കെയാണ് ഇത് ഭരിക്കുന്നത്. അതാണ് പ്രശ്നം. അത് മാറണം. നമുക്കെന്തായാലും പാമ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ഒരു ജീവികളല്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിച്ചു വരുന്ന ആളുകൾ ഒരു ജീവികൾ കൂടിയാണ് അവർ, സംശയമില്ല. പക്ഷേ സമീപകാലത്തായി ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി വരുന്നുണ്ട്. അതിൻ്റെ വളരെ കൃത്യമായ മറുപടി എന്ന് പറയുന്നത് പാമ്പുകളെക്കുറിച്ച്, അവരുടെ രീതികളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് വേണം. പാമ്പ് കടി അബദ്ധത്തിൽ സംഭവിച്ചാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ എവിടെയൊക്കെ സംവിധാനമുണ്ട് എന്നുള്ള ജനത്തെ ബോധ്യപ്പെടുത്തണം. ഈ മേഖലയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി നമ്മുടെ അധികൃതർ ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. അതാണ് അത്യാവശ്യം വേണ്ടത്. ഏതായാലും വാവ സുരേഷ് വളരെ വിശദമായി തന്നെ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു. ഒരുപാട് അറിവുകൾ പ്രേക്ഷകർക്കായി ലഭിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.